എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ പലഹാരം ഉണ്ടാ ഇഡ്ഡലിയാണ്. ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കണം, ദോശയല്ല. ഇന്ന് സ്കൂളൊന്നുമില്ല, പതുക്കെ അണിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ഡലിക്ക് പറ്റിയൊരു സാമ്പാർ കേട്ടോ, കൂടുതൽ പച്ചക്കറിയൊന്നും ഇല്ലാത്ത സാമ്പാർ, വളരെ സിമ്പിളായ ഒരു സാമ്പാർ. എങ്ങനെയാണ് നോക്കുക. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ എളുപ്പ സാമ്പാർ എങ്ങനെ നോക്കട്ടെ. ചോറ് അടുപ്പിൽ വേവുണ്ട്, അതിൻ്റെ സിഗ്നൽ ഇപ്പോൾ കണ്ട്. നമുക്ക് സാമ്പാറിന് പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു വലിയൊരു ഗ്ലാസ്സിന് തോരപ്പരിപ്പാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. രണ്ട് വിസിൽ വരട്ടെ. പരിപ്പ് വെന്താ നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ചട്ടി അടുപ്പത്ത് വയ്ക്കുക, ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടാവട്ടെ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത് വലിയൊരു സവാള കേട്ടോ, നല്ല ഇങ്ങനെ നോക്കണം. രണ്ട് പച്ചമുളക്, സവാള ഒന്ന് വാടി വരട്ടെ. സവാള നന്നായി വാടി വന്നു. ഈ പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പരിപ്പിൽ വേവിക്കായിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി. പൊടികളൊന്നും മൂത്ത് വരട്ടെ. പൊടികളൊക്കെ മൂത്ത് വന്നു. ഇതിലേക്ക് വലിയൊരു തക്കാളി, തട്ടി ചൂട് കേട്ടോ, അതാ കുടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചൂടാവുള്ളൂ. തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. കുക്കറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. നന്നായി തിളക്കട്ടെ. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ, ഉപ്പ് പോരാ. നന്നായി തിളക്കട്ടെ. അടിപൊളി സാമ്പാർ നന്നായി തിളച്ചു വിട്ടതാ. ഇനി ഒന്ന് കുറുകുന്നത് ചട്ടി ആറുമ്പോൾ. അത്രയേ ഉള്ളൂ. എടുക്കാത്ത സാമ്പാർ, പച്ചക്കറി ഇല്ലാത്ത സാമ്പാർ. തക്കാളി ചമ്മന്തി എടുത്താ. ഉള്ളി, മുളക്, വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വരട്ടെ. തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളി നന്നായി വഴണ്ട് വരട്ടെ. തക്കാളി ഇട്ട് എങ്ങനെ ഈ മഞ്ഞ കളർ വരും ചട്ടിയിൽ? അതിന് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലല്ലോ. പൊട്ടുകടലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ട. സൂപ്പർ ടേസ്റ്റുള്ള തക്കാളി ചമ്മന്തി. ഇത് ആറിയിട്ട് അരച്ചിട്ട് വരാം. ഇഡ്ഡലി വെന്താ നോക്കാം. കറിവേപ്പിലിട്ട് തണ്ടാണ് കേട്ടോ. സൂപ്പറായി വന്നു. ആറട്ടെ.
ഇഡലിയില്ലേ ഇലയിൽ കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. വാഴയില ഇഡലി കഴിക്കാൻ സൂപ്പറാണ്. ഓഫ് കോഴ്സ്. ഇവിടെ ഇഷ്ടംപോലെ ഇലയുണ്ട് കേട്ടോ. മുകളിലാ ഇല വെച്ച് കൊടുക്കാം കേട്ടോ. ഇഡലി കണ്ട സൂപ്പർ ഇഡലി കേട്ടോ. തണുത്ത് വയസ്സ് പൊടിയാണ്. ഒട്ടി പോലും പിടിക്കണില്ല. ഹായ് സൂപ്പർ ഇഡ്ഡലി. ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് ഇഡ്ഡലി. ബാക്ക് നോക്കട്ടെ. ആ ബാക്കൊക്കെ ഭംഗിയുണ്ട്. ഫ്രണ്ടാ ഭംഗിയില്ലത്. എല്ലാം ഭംഗിയുണ്ട്. ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇഡ്ഡലി അടുപ്പിൽ വെക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ദോശയും ഞാൻ നേരമില്ല. ഇവിടെ ഇഡ്ഡലി രണ്ടാമത്തെ വന്താ നോക്കട്ടെ. രണ്ടാമത്തെ രണ്ടാളും കൂടി ഇഡ്ഡലി കഴിക്കാൻ കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള ഇഡ്ഡലി, സിമ്പിൾ സാമ്പാർ. നല്ല സോഫ്റ്റ് ആണ്. ഇഡ്ഡലി പൊടി ഒന്ന് പൊടിച്ച് വെച്ചിട്ടാ. ഇത് ഇഡ്ഡലി പൊടിയാണ് കേട്ടോ. അങ്ങനെ ചിരിക്കും. ഇന്ന് ഉണ്ണിക്ക് സ്കൂളിലായിരുന്നു പണിയുണ്ട്. അത് വാഴയിലയും കൂടി ആയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ഇട്ടാ. അങ്ങനെയുണ്ട് കേട്ടാ. ചമ്മന്തി, ഇഡ്ഡലിപ്പൊടി, സാമ്പാർ. ചമ്മന്തി അതിൻ്റെ പൊടി. അപ്പൊ കഴിക്കട്ടെ ഞങ്ങള്. കുറച്ച് റാഗി വാങ്ങിയത് കേട്ടോ. കോറ എന്താ 1 കിലോ വാങ്ങിയിട്ടുള്ളൂ. എന്താ കളറ്. കഴുകിയിട്ട് ഉണക്കട്ടെ കേട്ടാ. വെയിലും കാര്യമായിട്ട് കാണാനില്ല. എന്താ ബിരിയാണി അരിയാ? ബിരിയാണി അരി അല്ല, മന്തി റൈസ്. മന്തി റൈസ് ഇതാണ് മന്തി. പൊടികളൊന്നും ഇല്ല കേട്ടോ. അത്ര ഞാൻ കഴുകട്ടെ കേട്ടാ. കോറ ഉണക്കാം കേട്ടോ വെയിലത്ത്. എന്താ കളറില്ലേ?